ഹലോ നമസ്തേ. എല്ലാ ആൾക്കാർക്കും കൊട്ടാരക്കര ICM മഹാരാജ കോളേജിൻ്റെ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ രണ്ടാമത്തെ പോർഷനാണ് പഠിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ കവറപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് അഥവാ സാധനങ്ങൾ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ ഡീൽ ചെയ്യുന്ന സാധനങ്ങൾ അവ ഏതൊക്കെയാണ്, അവ എങ്ങനെയൊക്കെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നോക്കാം. According to Section 2, Subsection 7, Section 2, Subsection 7 പ്രകാരം goods means every kind of moved property other than auctionable claims and money, and includes stocks and shares, growing crops, grass, trees, and other things attached to or forming part of the land which are agreed to be served it before the sale or under contract of sales. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ തൊട്ട് മുമ്പ് ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്താണ് മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, ഏതൊഴികെ ഓപ്ഷണൽ ക്ലെയിംസും മണിയും ഒഴികെ, പിന്നെ സ്റ്റോക്കുകളും ഷെയറുകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, കൃത്യമായി പഠിച്ചിരുന്നു. നൗ വി ഡിസ്കസ്ഡ് അബൌട്ട് ടൈപ്സ് ഓഫ് ഗുഡ്സ്. എത്ര തരത്തിലുള്ള ഗുഡ്സുകളാണ് ഉള്ളത്? ഗുഡ്സുകൾ പ്രധാനമായും 3 തരത്തിലാണുള്ളത്: എക്സിസ്റ്റിംഗ് ഗുഡ്സ്, ഫ്യൂച്ചർ ഗുഡ്സ്, കണ്ടിജന്റ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ വീണ്ടും 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ സംഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. എന്താണ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്? ഗുഡ്സ് ഓൺഡ് ആൻഡ് പൊസസ്ഡ് ബൈ ദ സെല്ലർ അറ്റ് ദ ടൈം ഓഫ് മേക്കിംഗ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ് ആർ കാൾഡ് എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽസ് മേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിലവിലുണ്ടാകുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണെന്താ? എക്സിസ്റ്റിംഗ് ഗുഡ്സ്. അതായത് നമ്മൾ സാധനം വാങ്ങിക്കാനെ കൊണ്ട് കടയിലേക്ക് ചെല്ലുമ്പോൾ കടക്കാരൻ്റെ കയ്യിൽ ആ സാധനങ്ങൾ ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? എക്സിസ്റ്റിംഗ് ഗുഡ്സ് എന്ന് പറയും. ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സ് പ്രധാനമായും 3 രീതിയിലാണ്: സ്പെസിഫിക് ഗുഡ്സ്, അസർട്ടൈൻഡ് ഗുഡ്സ്, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഈ എക്സിസ്റ്റിംഗ് ഗുഡ്സിനകത്ത് വേറെ കാര്യം പറയുന്നത്, സംടൈംസ് ദ സെല്ലർ മേ ബി പോസസ് ബട്ട് മേ നോട്ട് ബി ഓണർ ഓഫ് ദ ഗുഡ്സ്. ചില സമയത്ത് എന്തായിരിക്കും, സെല്ലറുടെ കയ്യിൽ സാധനത്തിൻ്റെ കൈവശാവകാശം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഓണർ ആരായിരിക്കും? മറ്റേതെങ്കിലും ഒരു വ്യക്തി ആയിരിക്കും. അതിന് ഉദാഹരണമാണ് നമ്മൾ ഈ പേ ആൻഡ് പാർക്കിലൊക്കെ വണ്ടി വിറ്റേക്കത്തില്ല, ആ ഒരു സാഹചര്യം. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, എക്സിസ്റ്റിംഗ് ഗുഡ്സ് എത്ര രീതിയിലാണ്? പ്രധാനമായും 3 രീതിയിലാണ്. ഏതൊക്കെയാണ്? സ്പെസിഫിക് ഗുഡ്സ് എന്നും, അസർട്ടൈൻഡ് ഗുഡ്സ് എന്നും, അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്നും പറഞ്ഞ് 3 രീതിയിലാണ് ഗുഡ്സുകളെ നമ്മൾ എന്ത് ചെയ്തേക്കുക, എക്സിസ്റ്റിംഗ് ഗുഡ്സിനെ എന്ത് ചെയ്തേക്കുക, ക്ലാസിഫൈ ചെയ്തേക്കുക. എന്താണ് സ്പെസിഫിക് ഗുഡ്സ് എന്ന് നോക്കാം. സ്പെസിഫിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ് വിച്ച് ആർ ഐഡന്റിഫൈഡ് ആൻഡ് അഗ്രീഡ് അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. സ്പെസിഫിക് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പെസിഫിക് ഗുഡ്സ് ആർ ദോസ് ഗുഡ്സ്, ഏത് ഗുഡ്സ് ആണോ, വിച്ച് ആർ ഐഡന്റിഫൈഡ്, നമ്മൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, കണ്ടെത്തുന്നു, ആൻഡ് അഗ്രീഡ്, സമ്മതിക്കുന്നു, അപ്പോൺ അറ്റ് ദ ടൈം ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും നമ്മൾ എഗ്രി ചെയ്യുകയും ചെയ്തേക്കുന്ന സാധനത്തെ പറയുന്ന പേരാണെന്താ? സ്പെസിഫിക് ഗുഡ്സ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ദ ഗുഡ്സ് ആർ ഐഡൻറ്റിഫൈഡ് ആൻഡ് സെപ്പറേറ്റഡ് ഫ്രം അതർ ഗുഡ്സ്. അതായത് ഗുഡ്സൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കണം, അത് ബാക്കിയുള്ള ഗുഡ്സിൽ നിന്നും എന്തായിരിക്കണം? സെപ്പറേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇൻ കേസ് ഓഫ് സെയിൽ ഓഫ് 1 ടേബിൾ ഔട്ട് ഓഫ് 25 ടേബിൾസ് ഗുഡ് ഷാൽ ബി സ്പെസിഫിക് ഇഫ് ദ ടേബിൾ ഈസ് സെലക്റ്റഡ് ബിഫോർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽ ഈസ് മെയ്ഡ്. അതായത് ഒരു 25 ടേബിൾ കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ അതിനകത്ത് ഒരു ടേബിൾ എന്ത് ചെയ്യാണ്, സെലക്ട് ചെയ്തിട്ട് ഇത് മതി എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ന് പറയുന്നത് സ്പെസിഫിക് ഗുഡ്സ്. അതായത് ആ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഈ സാധനം മതി, ഇതാണ് എനിക്കുള്ള സാധനം. നമ്മൾ ഈ ചെരുപ്പ് കടയിൽ ചെന്ന് ചെരുപ്പൊക്കെ എടുക്കത്തില്ലയോ, ആസ് ലൈക്ക് ദാറ്റ്. ദാറ്റ് ഈസ് നോൺ എ സ്പെസിഫിക് ഗുഡ്സ്. അടുത്താണ് അസർട്ടൈൻഡ് ഗുഡ്സ്. എന്താണ് അസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് നോക്കൂ. അസർട്ടൈൻഡ് ഗുഡ്സ് ആർ ഐഡന്റിഫൈഡ് ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ് ആസ് പെർ ദ ടേംസ് ഡിസൈഡഡ്. നോക്കിക്കോളൂ, കോൺട്രാക്ട് ഓഫ് സെയിൽസ് നടത്തിയതിന് ശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്തേക്കുന്ന ഗുഡ്സിനെ പറയുന്ന പേരാണെന്താ? അസർട്ടൈൻഡ് ഗുഡ്സ്. ആ ടേംസ് വെച്ചോണം. അസർട്ടൈൻഡ് ഗുഡ്സ് ആർ ഐഡന്റിഫൈ ചെയ്യുന്നു ആഫ്റ്റർ ദ കോൺട്രാക്ട് ഓഫ് സെയിൽസ് ആസ് പെർ ദ ടേംസ് ഡിസൈഡഡ്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന ആ ടേംസ് ഒക്കെ പറഞ്ഞ് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആ സാധനം ഏതാണെന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണ്. അസർട്ടൈൻഡ് ഗുഡ്സ് മേ ബി ഫർദർ ക്ലാസിഫൈഡ് ആസ് അപ്രോഷ്നേറ്റഡ് ഗുഡ്സ് ആൻഡ് അൺഅപ്രോഷ്നേറ്റഡ് ഗുഡ്സ്. ഈ അസർട്ടൈൻഡ് ഗുഡ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? അപ്രോഷ്നേറ്റഡ് ഗുഡ്സ് എന്നും അൺഅപ്രോഷ്നേറ്റഡ് ഗുഡ്സ്. അപ്രോപ്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വീതിക്കുക എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്.
Okay, even the goods are same, the identity of goods in packet, lot or otherwise has to be allotted to specific buyer. Goods are normally appropriated by the seller and the buyer agrees. Buyer can himself appropriate the goods with the consent of seller. However, all goods has to be ascertained and appropriated before the transfer of possession. വലിയ കഥയുള്ള കേസുകളൊന്നുമല്ല. അസർട്ടൈൻഡ് ഗുഡ്സ് എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനൊരു ഉദാഹരണം ശ്രദ്ധിക്കുക. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, എടേ എനിക്ക് കുറച്ച് ഒരു നല്ല തടിയുടെ ചെയർ വേണം. ഓക്കെ, അപ്പോൾ അവർ പറഞ്ഞു ശരി, നല്ല തേക്കും തടിയുടെ ചെയർ ഉണ്ടല്ലോ, ഇതാ വരൂ നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെ എന്തായി, ഒരു എഗ്രിമെൻ്റായി അല്ലെങ്കിൽ ഒരു ടേംസായി. അതിനുശേഷം തേക്കിൻ്റെ ഒരുപാട് മേശകളോ അല്ലെങ്കിൽ കസേരകളോ നമ്മൾ കണ്ടിട്ട് ആ കസേരകൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഏതെങ്കിലും ഒരെണ്ണം എടുത്തു വെക്കുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണെന്താ, അസർട്ടൈൻഡ് ഗുഡ്സ്. ഈ അസർട്ടൈൻഡ് ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അപ്രോഷനേറ്റഡ് ഗുഡ്സ് എന്നും അൺഅപ്രോഷനേറ്റഡ് ഗുഡ്സ് എന്നും. അപ്രോഷനേറ്റഡ് ഗുഡ്സ് എന്ന് വെച്ചാൽ കൃത്യമായി വീതിച്ച് വെച്ചേക്കുന്ന ഗുഡ്സിനെ പറഞ്ഞ പേരാണെന്താ, അപ്രോഷനേറ്റഡ് ഗുഡ്സ്. അങ്ങനെ വീതിച്ച് വെക്കാത്ത ഗുഡ്സിനെ പറഞ്ഞ പേരാണെന്താ, അൺഅപ്രോഷനേറ്റഡ് ഗുഡ്സ്. അതായത് ഒരു കൂട്ട സാധനങ്ങൾ എന്ത് ചെയ്യാണ്, കിടക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്നിട്ട് മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ഞാനൊരു കടയിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് നല്ല അരി വേണം കേട്ടോ, അത് അമ്പലത്തിൽ കൊടുക്കാനും കൊണ്ടാണ് അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കാനും കൊണ്ടാണ്, എനിക്ക് നല്ല റോസരി വേണം. ഓക്കെ, അവർ പറഞ്ഞു പിന്നെ എന്താ, ഇഷ്ടംപോലെ റോസരി ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ അവിടോട്ട് ചെന്ന് കഴിയുമ്പോൾ കാണാൻ എന്താണ്, നല്ല റോസരി, ഇഷ്ടംപോലെ റോസരി, അവിടെ പല ബ്രാൻഡിൻ്റെ പല രീതിയിലുള്ള റോസരി എന്ത് ചെയ്യാണ്, അവിടെ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യമേ നമ്മൾ എഗ്രിമെൻറ്റിൽ എത്തി, അതിന് ശേഷമാണ് സാധനത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടോട്ട് ചെന്നിട്ട് പറഞ്ഞാൽ എന്താണ്, ഈ പവിഴമരി വേണം. ഓക്കെ, പവിഴത്തിൻ്റെ റോസരി മതി എന്ന് പറയാം. അപ്പോൾ അതെന്തായി, അസർട്ടൈൻഡ് ഗുഡ്സായി. ഓക്കെ, ഇനി ഇത് അപ്രോഷനേറ്റഡ് ആണോ അൺഅപ്രോഷനേറ്റഡ് ആണോ എന്ന് നോക്കൂ. എത്ര കിലോ വേണം സാർ, 100 കിലോ വേണം. അപ്പോൾ ഈ ചിലപ്പോൾ ഈ അരി എല്ലാം കൂടെ എന്തായിരിക്കും, ഒരു ചാക്കിനകത്തോ വല്ലോ, അല്ലെങ്കിൽ സപ്പോസ് 25 കിലോ വേണം, ഈ അരിയെല്ലാം കൂടെ ചിലപ്പോൾ എന്തായിരിക്കും, ഒരു 100 കിലോ ചാക്കിനകത്ത് ഒന്നിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ 100 കിലോ ചാക്കിനകത്തിരിക്കുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, വീതിച്ച് എടുക്കേണ്ടി വരികയാണെങ്കിൽ അതിനെ അൺഅപ്രോഷനേറ്റഡ്, അതായത് ആ സാധനം ഇതുവരെ വീതിച്ചിട്ടില്ല. ഓക്കെ, ഇനി വീതിച്ച് ഓൾറെഡി 25ൻ്റെ പാക്കറ്റ് സെപ്പറേറ്റ് ഇട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അത് അപ്രോഷനേറ്റഡ് ഗുഡ്സ് ആയിരിക്കും. വളരെ വൃത്തിയായിട്ട് നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നോണം, ഒന്നിലധികം തവണ കേൾക്കാനെ കൊണ്ടും ശ്രദ്ധിച്ചോണം. അടുത്താണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. എന്താണ് അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് നോക്കാം. When the goods are not separately identified or ascertained at the time of making a contract of sale are known as unascertained goods. അതായത് കോൺട്രാക്ട് ഓഫ് സെയിൽസിൻ്റെ സമയത്ത് ഏത് സാധനം വേണം എന്നുള്ളതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് എന്താ, അൺഅസർട്ടൈൻഡ് ഗുഡ്സ്. When the buyer does not select the goods for him from a lot of goods but are defined or indicated only the description, we call them unascertained goods. ഓക്കെ, അതായത് ഇവിടെ കൃത്യമായിട്ട് ഏതൊക്കെ സാധനങ്ങൾ നമ്മൾ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിനകത്ത് ഏത് സാധനം വേണം എന്നുള്ളതിനെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, അൺഅസർട്ടൈൻഡ് ഗുഡ്സ് എന്ന് പറയും. ഓക്കെ, അതാണ് ഫ്യൂച്ചർ ഗുഡ്സ്. നോക്കിക്കോളൂ, ഫ്യൂച്ചർ ഗുഡ്സ് എന്താണെന്ന്. ഇറ്റ് മീൻസ് ഗുഡ്സ് ടു ബി മാനുഫാക്ചർഡ് ഓർ പ്രൊഡ്യൂസ്ഡ് ഓർ അക്വയർഡ് ബൈ ദ സെല്ലർ ആഫ്റ്റർ മേക്കിംഗ് ദ കോൺട്രാക്ട് ഓഫ് സെയിൽ. ഈ കോൺട്രാക്ട് ഓഫ് സെയിൽസ് നടത്തിയതിന് ശേഷം സെല്ലർ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ശേഷം മാത്രം സെല്ലർ കൈവശം എത്തിയേക്കുന്ന ഗുഡ്സിനെ പറഞ്ഞ പേരാണെന്താ, ഫ്യൂച്ചർ ഗുഡ്സ്. അതായത് ഈ ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ഓഫ് സെയിൽസ് നടക്കുന്ന സമയത്ത് സെല്ലറുടെ കയ്യിൽ ഈ സാധനം ഉണ്ടാകണമെന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ അതിനെ പറഞ്ഞ പേരാണെന്താ, ഫ്യൂച്ചർ ഗുഡ്സ്. ഓക്കെ, ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു മേശിരി എടുത്ത് ചെന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു തടി അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ കട ചെന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കട്ടിൽ വേണമെന്ന്. അപ്പോൾ അവരുടെ ഈ കട്ടിലിൽ കാണത്തില്ല. അവർ പറയും ശരി സാർ, ഞങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യാം, കട്ടിൽ അവിടെ നിങ്ങൾ പറയുന്ന രീതിയിൽ ഞങ്ങൾ കൊണ്ടുവന്നേക്കാം എന്ന് പറയണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഗുഡ്സിനെ പറയുന്ന പേരാണ് എന്താ, ഫ്യൂച്ചർ ഗുഡ്സ്. ഓക്കെ, ദെൻ അടുത്താണ് കണ്ടിജന്റ് ഗുഡ്സ്. എന്താണ് കണ്ടിജന്റ് ഗുഡ്സ് എന്ന് നോക്കാം. ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ഫ്യൂച്ചർ ഗുഡ്സ്. ഇതൊരു ഫ്യൂച്ചർ ഗുഡ്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ദ അക്വിസിഷൻ ഓഫ് വിച്ച് ബൈ ദ സെല്ലർ ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടിജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുകയോ സംഭവിക്കാതിരിക്കുകയോ ആണെങ്കിൽ മാത്രം നമ്മൾ സാധനങ്ങൾ നൽകേണ്ടി വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്താ, കണ്ടിജന്റ് ഗുഡ്സ്. ഓക്കെ, ഗുഡ്സ് വിച്ച് മൈറ്റ് ബി എക്സ്പെക്റ്റഡ് ടു കം ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് ഗുഡ്സ് ടു അറൈവ്, ഫ്യൂച്ചർ ക്രോപ്സ്, ദ എഗ്സ്, ഇവയെ കാണുന്ന മക്കളെ ഈ പറയുന്ന കണ്ടിജന്റ് ഗുഡ്സ്. എത്തിയാലെത്തി, ഇല്ലെങ്കിൽ പോയി എന്ന് പറയുന്നൊരു അവസ്ഥയെ പറയുന്ന പേരാണെന്താ, കണ്ടിജന്റ് ഗുഡ്സ്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഡോക്ട്രിൻ ഓഫ് കാവറ്റ് എംപ്റ്റർ.
അതായത് സാധാരണഗതിയിൽ സാധനം വാങ്ങിക്കുമ്പോൾ ആരാണ് സാധനങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിക്കേണ്ടുന്നത്? അത് സ്വാഭാവികമായും സാധനം വിൽക്കുന്നവനല്ല, സാധനം വാങ്ങിക്കുന്നവൻ സാധനം എന്ത് ചെയ്യണം? സൂക്ഷിച്ചു വാങ്ങിക്കണം. അതായത് അല്ലാതെ സാധനം വിറ്റവന് ആ സാധനത്തിന് മുകളിൽ വലിയ ഉത്തരവാദിത്വമൊന്നും ഇല്ല എന്നാണ് സാധാരണഗതിയിലുള്ള വെപ്പ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് കാവറ്റ് എംപ്റ്റർ എന്ന് പറയുന്നത്. നോക്കാം. ദ കൺസെപ്റ്റ് ഓഫ് കാവറ്റ് എംപ്റ്റർ ഈസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ലെറ്റ് ബയർ ബി അവെയർ. അതായത് വാങ്ങിക്കുന്നവൻ ഇതിനെപ്പറ്റി വ്യക്തമായി അറിഞ്ഞിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ദിസ് പ്രിൻസിപ്പൾ അണ്ടർലൈൻസ് ദ കൺസെപ്റ്റ് ദാറ്റ് it is so far the buyer to satisfy himself that the goods which he is purchasing are the quality required by him. അതായത് ഈ സാധനം വാങ്ങുന്ന വ്യക്തി വേണം ആ സാധനം എന്ത് ചെയ്യാനെ കൊണ്ട് ശ്രദ്ധിച്ച് വാങ്ങിക്കണം. അയാൾക്ക് ആവശ്യമുള്ള സാധനമാണോ അയാൾ വാങ്ങിക്കുന്നത് എന്നുള്ള കാര്യം ആര് നോക്കണം? ഈ പറയപ്പെടുന്ന സാധനം വാങ്ങിക്കുന്നവനായിരിക്കണം നോക്കുന്നത്, അല്ലാതെ സാധനം വിറ്റവനതിന് മുകളിൽ യാതൊരു തരത്തിലുള്ള ബാധ്യതയില്ല. It is a fundamental principles law of sale of goods and implies that seller is under no obligation to point out the defect of his own goods. വിൽപ്പനക്കാരന് തൻ്റെ സാധനത്തിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന ഡിഫക്റ്റുകളെ പറ്റി പറയേണ്ടെന്ന ആവശ്യങ്ങളൊന്നും ഇല്ല. The buyer must take care while purchasing the goods and make the wrong selection. He cannot blame the seller if his goods turn out to be defective or do not serve his purpose. അതായത് ഒരാൾ സാധനം നോക്കി കണ്ട് വാങ്ങിച്ചിട്ടില്ല എങ്കിൽ അത് മോശമായതിന് പിന്നെ കച്ചവടക്കാരനെ കുറ്റം പറയരുതെന്നാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. However, the doctrine of caveat emptor does not mean that the buyer must take a chance. It only means that he must take care. അപ്പോൾ ഇവിടെ ഒരു ഡക്ട്രിൻ ഓഫ് കാവറ്റ് എംപ്റ്റർ എന്ന് പറയുന്നൊരു സംഭവം വരുന്നുണ്ട്. അതായത് ഇവിടെ ബയർ അങ്ങനെ ചാൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷേ ബയർ എന്ത് ചെയ്യണം? കെയർ ചെയ്തിരിക്കണം. However, this rule is not without any exemption. ഈ റൂളിന് പ്രത്യേകിച്ച് വലിയ എക്സംഷനൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഏതാ ഈ ഈ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് തുടങ്ങുന്ന സമയത്ത് വലുതായിട്ട് സംഭവങ്ങളൊന്നും എക്സംഷൻസ് ഒന്നുമില്ല. സാധനം വാങ്ങിക്കുന്നവൻ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് സാധനം വാങ്ങിച്ചോണം. ഓക്കെ, വിൽക്കുന്നവന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വം ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. വിത്ത് ദ പാസേജ് ഓഫ് ടൈം ദ ഡോക്ട്രിൻ ഓഫ് ഹാസ് ബീൻ കൺസിഡേർഡ് ടു ബി ടു അൺറീസണബിൾ ടു ദ ബയേഴ്സ്. പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ ഡോക്ട്രിൻ ഓഫ് കാവറ്റ് എംപ്റ്റർ എന്ന് പറയുന്ന ഒരു അൺറീസണബിൾ ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ ഇതിനകത്ത് ഒരു സെക്ഷൻ 16 കൂട്ടിച്ചേർത്തു. ഓക്കെ, അത് ഈ സെക്ഷൻ 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സംഷൻസ് ആണ്, അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് കാവറ്റ് എംപ്റ്റർ ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഈ പറയപ്പെടുന്ന ഏകദേശം ഒരു 4-5 സാഹചര്യങ്ങളുണ്ട്. ഈ 5 സാഹചര്യങ്ങളിൽ സാധനം വിൽക്കുന്നവൻ ശ്രദ്ധിച്ച് സാധനം എന്ത് ചെയ്യണം? വിറ്റോണം. അല്ലാതെ സാധനം വാങ്ങിക്കുന്നവന് മുകളിൽ വലിയ ലയബിലിറ്റികളൊന്നും ഉണ്ടാകണമെന്ന് ഇല്ല. നോക്കിക്കോളൂ അവ എന്താണെന്ന്. Where the buyer expressly or by implication make known to the seller the particular purpose which the goods are required and relied upon the skill and judgment of the seller, and the goods are of the description which it in course of the seller's business to supply, there is an implied condition that the goods shall be reasonably fit for such purpose. Accordingly, the seller cannot get an immunity on the grab of caveat emptor. അതായത് നമ്മളൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് എന്നിട്ട് നമ്മളുടെ ആവശ്യങ്ങൾ പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ മഴക്കാലമാണ് സാറേ, ഞാൻ ഒരു ചെരുപ്പ് കടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, എനിക്ക് മഴയത്തിടാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ നാൾ നിലനിൽക്കുന്ന ഒരു ചെരുപ്പ് തരണം. ഓക്കെ, ഏതായാലും വേണ്ടൂല എന്ന് പറയും, ഏത് കമ്പനിയുടെ ആയാലും വേണ്ടൂല. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും ആ കച്ചവടക്കാരനായ ചെരുപ്പ് കടക്കാരൻ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ പറഞ്ഞേക്കുന്ന രീതിയിലുള്ള സാധനങ്ങൾ തരണം. കാരണം നമ്മൾ അയാളെ വിശ്വസിക്കണം. ചെരുപ്പ് കച്ചവടക്കാരന് ചെരുപ്പിനെ പറ്റി എല്ലാം അറിയാമെന്നാണ് നമ്മളുടെ മിഥ്യാധാരണ. ഓക്കെ, അപ്പോൾ അയാളുടെ സ്കില്ലിനെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് അയാളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അയാൾ മോശം ചെരുപ്പ് വരുവാണെങ്കിൽ ആർക്കാണ് ഉത്തരവാദിത്വം? ഇവിടെ വാങ്ങുന്നവന് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വമില്ല. പകരം ആർക്കാണ് ഉത്തരവാദിത്വമുള്ളത്? കച്ചവടക്കാരനായിരിക്കും തീർച്ചയായും ഉത്തരവാദിത്വമുള്ളത്. രണ്ടാമത്തത്, ഇംപ്ലോയ്ഡ് കണ്ടീഷൻ ആസ് ടു മെർക്കൻറ്റബിലിറ്റി where the goods are brought by the description from the seller in goods of that description. ഓക്കെ, അതായത് നമ്മളൊരു കച്ചവടക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് വിൽക്കാനെ കൊണ്ടാണ് ഇന്ന രീതിയിലുള്ള സാധനങ്ങൾ തരാൻ പറയുകയാണെങ്കിൽ കച്ചവടക്കാരന് അതേ രീതിയിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കണം. at the condition as to wholesomeness in case of food stuff and other goods mean for the human consumption. wholesomeness എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ഫോർ യൂസ് ആയിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ബേക്കറിയിലോട്ട് ചെന്നിട്ട് കുറച്ച് കേക്ക് ചോദിച്ച് അത് പണ്ട് പുരാതന കാലത്തിരിക്കുന്ന കേക്കാണെങ്കിൽ അത് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള എന്നിട്ട് അവർ പറയും നിങ്ങൾ നോക്കി വാങ്ങിച്ചുകൂടെ എന്നൊന്നും ചോദിക്കാൻ കൊണ്ട് പാടില്ല. കാരണം നമ്മുടെ ഹ്യൂമൻ കൺസംഷന് വേണ്ടിയുള്ള സാധനമാണെങ്കിൽ തീർച്ചയായും വൃത്തിയും വീറുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും ആയിരിക്കണം. ഓക്കെ, വെൻ ദ സെല്ലർ കമ്മിറ്റ് ദ ഫ്രോഡ്, സെല്ലർ ഏതെങ്കിലും തരത്തിലുള്ള ചതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാങ്ങിക്കുന്നവന് യാതൊരു വിധത്തിലുള്ള ബാധ്യതകളുമില്ല. വേർ ദർ ഈസ് എ യൂസേജ് ഓഫ് ട്രേഡ്. ഓക്കെ, അതായത് നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഒരു സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് തീർച്ചയായും വീണ്ടും വിൽക്കുന്നതിന് വേണ്ടി തന്നെ പറ്റുന്ന രീതിയിലുള്ളത് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പഠിക്കാനെ കൊണ്ടുള്ളത്. നിങ്ങളിത് ഒന്നിലധികം തവണ ദയവായി കേൾക്കാനെ കൊണ്ട് ശ്രദ്ധിക്കുക, നോട്ടുകൾ എഴുതാനെ കൊണ്ട് ശ്രമിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുക. ഓക്കെ, അപ്പം അടുത്ത എപ്പിസോഡുമായി തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം. ബൈ.